വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഔന്നത്യം കാത്തുസൂക്ഷിക്കുകയാണ് അവരെല്ലാവരും. എന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ചിലെ 187 വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം MSP ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 26ാമത് ബാച്ചിലെ 223 പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്യന്തം അപകടകരമായ രക്ഷാദൌത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത്. മുൻപ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുതലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ സേനാംഗത്തിനുമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ AU സുനിൽകുമാർ പരിശീലനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി R രജിത, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി T ലിഖിത, ബെസ്റ്റ് ഷൂട്ടറായി ആൻമേരി ചിക്കു, ഓൾറൗണ്ടറായി VS ശരണ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി KV അശ്വിൻ രാജ്, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി AG അഭിജിത്ത്, ബെസ്റ്റ് ഷൂട്ടറായി M ഹരിൻ, ഓൾറൗണ്ടറായി AG അഭിജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി P വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു. 2023 ഒക്ടോബർ 31-നാണ് കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് വനിതാ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. 2023 നവംബർ 1-നാണ് MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം മലപ്പുറം MSP ബറ്റാലിയനിൽ ആരംഭിച്ചത്. 9 മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഡ്രിൽ, ലാത്തി, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ്, മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ, സെൽഫ് ഡിഫൻസ്, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും പരിശീലനം നൽകിയിട്ടുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ്, ജംഗിൾ ട്രെയിനിംഗ് എന്നിവയ്ക്ക് പുറമെ അത്യാധുനിക ആയുധങ്ങളായ താർ, ഇൻസാസ്, SLR, LMG, ഗ്ലോക്ക് പിസ്റ്റൽ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകിയിട്ടുണ്ട്. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് പരിശീലനാർത്ഥികളിൽ തിരുവനന്തപുരത്ത് നിന്നും 43, കൊല്ലം 24, പത്തനംതിട്ട 2, ആലപ്പുഴ 17, കോട്ടയം 8, ഇടുക്കി 4, എറണാകുളം 8, തൃശൂർ 10, പാലക്കാട് 30, മലപ്പുറം 4, കോഴിക്കോട് 15, കണ്ണൂർ 12, വയനാട്, കാസർഗോഡ് 5 പേർ വീതം സേനയുടെ ഭാഗമായി. MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ തിരുവനന്തപുരത്ത് നിന്നും 17, കൊല്ലം 3, ആലപ്പുഴ 6, കോട്ടയം 1, ഇടുക്കി 2, എറണാകുളം 2, തൃശൂർ 1, പാലക്കാട് 14, മലപ്പുറം 65, കോഴിക്കോട് 101, വയനാട് 10, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് സേനയുടെ ഭാഗമായത്. പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഇരു ബാച്ചുകളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നിരവധി പേരാണുള്ളത്. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് +2 യോഗ്യതയുള്ള 10 പേരും, ബിരുദം നേടിയ 100 പേരും, ബിരുദാനന്തര ബിരുദം നേടിയ 48 പേരും, ഡിപ്ലോമ ഉള്ള 4 പേരും, B.Ed 3, B.Tech 17, M.Tech 3, MBA, MPhil ബിരുദക്കാരായ ഓരോരുത്തരും ഉൾപ്പെടുന്നു. MSP ബറ്റാലിയൻ 26ാമത് ബാച്ചിൽ +2 യോഗ്യതയുള്ള 43 പേരും, ബിരുദം നേടിയ 125 പേരും, ബിരുദാനന്തര ബിരുദം നേടിയ 17 പേരും, ഡിപ്ലോമ 16, ITI 5, B.Tech 15, MBA ബിരുദം നേടിയ 2 പേരും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ
ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ നടുക്കം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാണ്.